അതായത് ഓവർ ടൈം നമുക്ക് കൈമാറി വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ സാധനങ്ങളായിരിക്കില്ല, തലമുറകളായി കൈമാറി വന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കും. എലോങ് വിത്ത് റെഗുലേറ്റിംഗ് സോഷ്യൽ ലൈഫ് ദേ ഓൾസോ ബൈൻഡ് ദം ടുഗെദർ. ഈ ആചാരങ്ങൾക്കൊരു പ്രത്യേകത കൂടി ഉണ്ട്, അത് ആൾക്കാർ തമ്മിലൊരു യൂണിറ്റി ഉണ്ടാക്കും. അതായത് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഉണ്ടല്ലോ, പൊങ്കാലയുടെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് വരും അല്ലേ. വരുന്ന എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊങ്കാലിടാൻ വന്ന ആൾക്കാരാണ്, ഈ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. In primitive societies, customs were powerful means of social control, but in modern times they have weakened due to rise in forces of individualism and diversity. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇൻഫോർമൽ കൺട്രോൾ എന്ന് പറയുന്നത് മോർസ് ആണെന്ന്. പക്ഷെ പണ്ടത്തെ സൊസൈറ്റിയിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതായിരുന്നു? കസ്റ്റംസ് ആയിരുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംഭവം എന്ന് പറയണത്. അപ്പോൾ പണ്ടത്തെ സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റീസ് വന്നപ്പോൾ എങ്ങനെയാണ് കസ്റ്റംസിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞത്? കാരണം ആൾക്കാർ കുറച്ചും കൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും വ്യക്തിഗതമായ ചിന്താഗതികളിലോട്ടും മാറി. ഒരുമിച്ചുള്ള ആചാരങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കസ്റ്റംസിന് അത്ര പവർ സോഷ്യൽ കൺട്രോളിൽ ഇൻഫോർമൽ രീതിയിൽ ഇല്ലാത്തത്. ഇപ്പോൾ പവർ കൂടുതലുള്ളത് മോർസിനാണ്. ഇനി നാലാമത്തേത് എന്താണ്? റിലീജിയൻ ആണ്. Religion exercises a powerful influence on its adherents. Emily Durkheim defines religion as the unified system of beliefs and practices related to sacred things. Those who have common beliefs and practices are united into one single moral community through religion. It occupies a significant place in life of an individual and fulfills the spiritual, social and psychological needs of an individual. റിലീജിയൻ എന്താണ് ചെയ്യുന്നത്? മതങ്ങൾ എപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ സോഷ്യലും സ്പിരിച്വലും സൈക്കോളജിക്കലുമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, വിശ്വാസം കൊടുക്കുന്നുണ്ട്, ഒരു യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതങ്ങൾ കൊടുക്കുന്നുണ്ട്. മതങ്ങൾ ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ മനുഷ്യനെ പല കാര്യങ്ങളിലും. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടുണ്ട്, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മതങ്ങൾ മനുഷ്യൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. റിലീജിയൻ ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഇൻ ദ ഫോളോയിങ് വേസ്. അത് കുറച്ചുകൂടെ കൃത്യവും ഡീറ്റെയിൽഡും ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ മതങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് സോഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, എവറി റിലീജിയൻ ഹാസ് ദ കൺസെപ്റ്റ് ഓഫ് സിൻ ആൻഡ് വിർച്യു. പാപവും പുണ്യവും. സിൻ എന്ന് പറഞ്ഞാൽ പാപം, വിർച്യു എന്ന് പറഞ്ഞാൽ പുണ്യം. അപ്പോൾ എല്ലാ മതങ്ങളിലും ഈ കൺസെപ്റ്റ് ഉണ്ട്. ഇത് ചെയ്താൽ പാപം കിട്ടും, ഇത് ചെയ്താൽ പുണ്യം കിട്ടും. ഇതൊരു കൺട്രോളല്ലേ. നമ്മൾ ആ മതത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ പിന്നെ അത് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. വളരെ ബുദ്ധിപരമായി നമ്മൾ പോലും അറിയാൻ നമ്മളെ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ പാപവും പുണ്യം, സിൻ ആൻഡ് വിർച്യു എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എല്ലാ മതങ്ങളിലും ഉണ്ട്. സിൻസ് ഏർലി ചൈൽഡ്ഹുഡ് ഇൻഡിവിജ്വൽസ് ആർ എക്സ്പോസ് ടു ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ ചെറുപ്പം തൊട്ട് നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം നല്ലത് ഏതാ മോശം ഏതാന്ന് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ വന്നു. This become ingrained in the individual's personality and guide his decision. അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് എന്താ? റിലീജിയസ് കൺവെൻഷൻസ് ആൻഡ് പ്രാക്ടീസസ് ഡിറ്റർമൈൻ മാരേജ്, മ്യൂച്വൽ റിലേഷൻ എമംഗ് ഫാമിലി മെമ്പേഴ്സ്, പ്രോപ്പർട്ടി റിലേഷൻ, റൂൾ ഓഫ് സക്സഷൻ, ഇൻഹെറിറ്റൻസ് എക്സെട്ര. മതങ്ങൾ എന്തും കൂടെ നമ്മളോട് പറയുന്നുണ്ട്. കല്യാണങ്ങൾ എങ്ങനെയായിരിക്കണം, ഓരോ മതത്തിനും ഓരോ രീതിയിലായിരിക്കുമല്ലോ വിവാഹങ്ങൾ. ആ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സ്വത്ത് കൈമാറ്റം എങ്ങനെയായിരിക്കണം, കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മളോട് എങ്ങനെ പറയുന്നുണ്ട്. ചില മതങ്ങളിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാർ അലൗഡാണ്, ചിലതിൽ ഒരു ഭാര്യ അലൗഡുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? മതങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഇതുപോലുള്ള കുറേ റൂൾസും കാര്യങ്ങളും മതങ്ങൾ നമുക്ക് ഇൻഫോർമലായിട്ട് തരുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റിലീജിയസ് ലീഡേഴ്സ് റെഗുലേറ്റ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ബൈ എക്സോർട്ടിംഗ് ദം ടു ഫോളോ എ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്ട്. മൂന്നാമത്തെ ആരാണ്? റിലീജിയസ് ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പൂജാരി ഉണ്ടാവാം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പാണ്ഡിത്യമുള്ള അറിവുള്ള ആൾക്കാരുണ്ടാവാം, പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ അച്ഛനുണ്ടാവാം, ഉസ്താദ്മാരുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവരൊക്കെ നമ്മൾ ആരായിട്ടാണ് കാണുന്നത്? ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് ഇവരെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും. ഇവരിത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ നിൽക്കില്ല, ശരിയെന്ന് പറഞ്ഞാൽ ചെയ്യാൻ നിൽക്കും. അപ്പം പള്ളിയിൽ അച്ഛനാണെങ്കിൽ എല്ലാ ഞായറാഴ്ച ആണെങ്കിലും അല്ലെങ്കിൽ പള്ളി പോകുമ്പോഴായാലും അദ്ദേഹം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ കാര്യങ്ങളൊക്കെ ആ വിശ്വാസികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. ഇതൊക്കെ എന്താണ്? ആൾക്കാരുടെ മേലുള്ള ഇൻഫോർമൽ ആയിട്ടുള്ളൊരു സോഷ്യൽ കൺട്രോളാണ്. ആരാണ് എക്സേർട്ട് ചെയ്യണേ? റിലീജിയൻ.
അടുത്തത് 4ാമത്തെ പോയിന്റ്, ബൈ ഓർഗനൈസിങ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, പ്രെയർ മീറ്റിംഗ്സ് ആൻഡ് ബൈ സെലിബ്രേറ്റിംഗ് റിലീജിയസ് ഇവൻറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കോൺട്രിബ്യൂട്ട് ടു ദിസ് പ്രോസസ് ബൈ ബ്രിങ്ങിങ് ബിലീഫ്സ് ടുഗെദർ ആൻഡ് സ്ട്രെങ്തനിങ് ദ കോമൺ ബിലീഫ് സിസ്റ്റം, റെഗുലേറ്റിംഗ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. അതായത് എല്ലാ മതങ്ങൾക്കും ഫെസ്റ്റിവൽസ് ഉണ്ട്, ആഘോഷങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? ക്രിസ്മസ് ഉണ്ട്, വിഷു ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഈദുണ്ട്, റംസാനുണ്ട്. ഈ മതങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമ്പം എന്താണ് സംഭവിക്കുന്നത് അറിയോ? ആൾക്കാരൊക്കെ ഒരുമിച്ച് വരും. ഓരോ മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് അതത് മതത്തിലെ ആൾക്കാർ തമ്മിലൊരു ഭയങ്കര ഐക്യവും സ്നേഹവും കാര്യങ്ങളും ഒക്കെ സംഭവിക്കും. അപ്പോൾ സംഭവിക്കുമ്പോൾ എന്താ പറ്റുക? ഇവർ തമ്മിലുള്ള വിശ്വാസം കൂടും, ഇവർ തമ്മിലുള്ള ഐക്യം കൂടും, ഇവർക്ക് മതത്തിനോടുള്ള വിശ്വാസം കൂടും, മതം പറയുന്നത് കേൾക്കാൻ കൂടുതൽ ഇവർക്കൊരു ടെൻഡൻസി വരും. ഇങ്ങനെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മതങ്ങൾ. അപ്പം നമ്മൾ 4 രീതിയിലുള്ള ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ആദ്യത്തേത് ഫോക്ക് വേസ്, നമ്മുടെ സംസ്കാരങ്ങളും ട്രഡീഷൻസും ആചാരങ്ങളും ഒക്കെയാണ് അതിൽ വരുന്നത്. രണ്ടാമത്തേത് മോർസ്, കുറച്ചും കൂടെ മോറൽ കാര്യങ്ങൾ, അതായത് വാല്യൂ ബേസ്ഡ് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് മോർസിൽ വരുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും മോർസാണ്. മൂന്നാമത്തേത് കസ്റ്റംസ് ആണ്. പണ്ട് കാലങ്ങളിലെ ഏറ്റവും വലിയ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ളത് കസ്റ്റംസ് ആയിരുന്നു. ഇന്നല്ല, നമ്മുടെ ആചാരങ്ങളാണ് കസ്റ്റംസ് എന്ന് പറഞ്ഞത്. 4ാമത്തേത് റിലീജിയൻ ആണ്. റിലീജിയനിൽ തന്നെ എങ്ങനെയാണ് റിലീജിയൻ നമ്മളെ കൺട്രോൾ ചെയ്യണേ എന്നുള്ള 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പുണ്യം, പാപം, അതേപോലെ തന്നെ റിലീജിയസ് ലീഡേഴ്സ് ഉണ്ട്, നമുക്കതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഉണ്ട്, ആഘോഷങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ പ്രാക്ടീസസ് ഉണ്ട്. കല്യാണം എങ്ങനെയായിരിക്കണം, വീട് എങ്ങനെയായിരിക്കണം, ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ. ഇത് ക്ലിയർ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഏതൊക്കെയാണെന്ന്. ഇൻഫോർമൽ മീൻസ് നമ്മൾ പറഞ്ഞു, അതിൽ 4 എണ്ണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇനി ഫോർമൽ മീൻസിൽ 3 എണ്ണമുണ്ട്. ലോ, നിയമങ്ങൾ. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്നല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സോഷ്യോളജിയിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഭരിക്കുന്ന ആൾക്കാർ, ആ ഭരണ സംവിധാനം, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോയിനെ കുറിച്ചാണ്. ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. In primitive societies, group followed similar occupations and individuals shared a direct relation among themselves. These folkways, mores and customs sufficed in controlling the individual behavior. They were almost unquestioned compliance with the informal mechanism of social control. പണ്ട് കാലത്ത് ഈ നിയമങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല, ഒത്തിരി പണ്ട്. കാരണം എല്ലാവരും വേട്ടയാടി പിടിച്ചും കുറച്ച് കൃഷി ചെയ്തും ഒരേ ജോലി തന്നെയാണ് എല്ലാവർക്കും. അന്ന് എഞ്ചിനീയർമാരും ഡോക്ടർമാരും അങ്ങനെയൊന്നുമില്ല. ഒരേ ജോലി, വേട്ടയാടുന്നു, ഭക്ഷണം കഴിക്കുന്നു, കൃഷി ചെയ്യുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാവർക്കും ഒരേ ജോലി. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റീസ് അല്ല, ആൾക്കാർ കുറച്ചേ ഉള്ളൂ, ആൾക്കാർ തമ്മിലൊക്കെ ഡയറക്റ്റ് ബന്ധങ്ങളുണ്ട്. അപ്പോൾ എന്താ പറ്റുക? വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ 4 എണ്ണം മതി ആൾക്കാരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ. പക്ഷേ സൊസൈറ്റി ഓവർ ടൈം കോംപ്ലക്സ് ആയപ്പോൾ എന്ത് പറ്റി? മോഡേൺ സൊസൈറ്റീസിൽ ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ്, ആൾക്കാർ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഓരോരുത്തരുടെ ജോലിയൊക്കെ നമുക്ക് കേട്ടാൽ പോലും അറിയില്ല എന്താണ് ഏതാണെന്നുള്ളതൊന്നും. ആൾക്കാർക്ക് പിന്നെന്താ ഇൻഡിവിജ്വൽസം, വ്യക്തിത്വം, വ്യക്തിഗതമായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വന്നപ്പോഴത്തേക്ക്, അർബനൈസേഷൻ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ എന്ത് പറ്റി? ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് ഡിഫിക്കൽട്ടായി തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ എന്ത് വേണം? ഒരു നിയമ സംവിധാനം വേണം. ആ നിയമ സംവിധാനത്തിലൂടെ മാത്രമേ ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആൾക്കാരെ ഒരു സൊസൈറ്റിയിൽ ഒന്നായി കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ എന്നൊരു സംഭവം വരാൻ തുടങ്ങി. Relationships have become formal. Customs and folkways seems insufficient. പഴയ ഇൻഫോർമൽ സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നടക്കില്ല എന്നായി. അതും വേണം, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള നിയമങ്ങളും കൂടെ വന്നാലേ എന്ത് പറ്റുള്ളൂ? ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യാൻ തുടങ്ങിയേ? കോമൺ ലോസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് എന്ത് ബാക്കിംഗ് ഉണ്ട്? വെറും നിയമങ്ങളാണോ? അല്ല, വളരെ ലീഗലായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവായിട്ട്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു ബാക്കിംഗ് ഉണ്ട് അതിന്. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ബാക്കിംഗ് ഉണ്ട്. അത് ആ നിയമങ്ങൾ നോക്കാനൊരു സിസ്റ്റം ഉണ്ട്, കോടതികളുണ്ട്, പോലീസ് ഉണ്ട്, നിയമങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാരുണ്ട്. ഒരു എൻ്റയർ ഭരണ സംവിധാനങ്ങൾ തന്നെ ഇതിനു വേണ്ടി വരാൻ തുടങ്ങി. Laws and enforcement agencies are replaced by customs and mores as regulators of behavior and ensure social law, order and control. അപ്പോൾ law has been defined in 2 ways. So some it says is ideal behavioral norms, അതായത് നമ്മുടെ സ്വഭാവം കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങളായിട്ട്, while others refer to it as rules that are promulgated by state
വിച്ച് ആർ ബൈൻഡിങ് ഇൻ നേച്ചർ. ചിലവർ അതിനെ സ്വഭാവം കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളായിട്ട് നിയമങ്ങളെ കാണുന്നു. മറ്റേതെന്താണ്, ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേ ആയിട്ട് അതിനെ കാണുന്നു. ഇനി ആൾക്കാർ എന്തുകൊണ്ടാണ് നിയമങ്ങൾ അനുസരിക്കുന്നത്? അതിന് 2 കാര്യങ്ങളുണ്ട്, 2 റീസൺസ് ഉണ്ടെന്നാണ് പറയണത്. ആദ്യത്തേത് എന്താണ്, ഫിയർ ഓഫ് പണിഷ്മെൻറ്റ്, പേടി. അനുസരിച്ചില്ല എങ്കിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടുള്ള പേടി. Punishment by state result in curtailment of essential freedom of individuals and hence acts as a deterrent. നമ്മൾ നിയമങ്ങൾ അനുസരിച്ചേ തീരൂ. ഇപ്പോൾ ഞാൻ അനുസരിക്കാതെ ജയിലിൽ പോയാൽ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എനിക്ക് ജയിലിൽ പോകാൻ അല്ലെങ്കിൽ ആ പണിഷ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള പേടി കാരണം ഞാൻ നിയമങ്ങൾ അനുസരിക്കും. രണ്ടാമത്തെ എന്താണ്, റൂൾ കൺഫേമിങ് ഹാബിറ്റ്. അതായത് നമ്മൾ ചെറുപ്പം തൊട്ട് ഒരു കുഞ്ഞാവുമ്പം തൊട്ട് നമ്മളോട് എന്താ പറഞ്ഞാൽ കേൾക്കണം, അനുസരിക്കണം. ഈ സാധനം നമ്മളെ ശീലിപ്പിച്ച് ഒരു നിയമം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്ത് പറഞ്ഞാലും അതനുസരിക്കാനുള്ള ഒരു സ്വാഭാവിക ടെൻഡൻസി നമുക്ക് വരും. അപ്പോൾ ഒരു നിയമം പറയുമ്പോൾ ഇത് നമ്മൾ ചെയ്യും. അപ്പോൾ ആ റൂൾ കൺഫേമിങ് ഹാബിറ്റ് നമുക്കുണ്ട്. എന്തെങ്കിലും ഒരു നിയമം, അത് എവിടെയാണെങ്കിൽ എന്താണെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇപ്പം പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളോട് പറയണം ഇവിടെ ഇങ്ങനെ ഒരു നിയമമുണ്ട്, അത് അനുസരിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ഇതിൽ ഉണ്ട്. അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ടാണ് നിയമങ്ങൾ അനുസരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. 2 കാര്യങ്ങളാണ്. ഒന്ന് പണിഷ്മെൻറ്റ് പേടിച്ചിട്ട്, 2 ഇങ്ങനെ ഒരു ഹാബിറ്റ് നമുക്കുള്ളിൽ ചെറുപ്പം തൊട്ടിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി laws have their origin in customs, traditions and judicial decisions. They very often have a moral dimension too. ഈ നിയമങ്ങൾ എവിടുന്നാണ് വന്നിട്ടുള്ളത്? നിയമങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഏതെങ്കിലും 1-2 ആൾക്കാരുടെയോ ഏതെങ്കിലും 1-2 ഗ്രൂപ്പിൻ്റെയോ അല്ല, മൊത്തത്തിലുള്ളത് എടുത്തിട്ട് എല്ലാവർക്കും നല്ലതായിട്ട് എന്താണ് വരിക എന്നുള്ളത് നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ വന്നിട്ടുള്ളത് ഇതുപോലത്തെ നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങളിലും ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഇനി the moral dimension and the fact that laws are supported by legal and institutional arrangements enable them to bring about a degree of conformity in human behavior. Laws that have both customary and legislative support are readily accepted. എങ്ങനെയുള്ള നിയമങ്ങൾക്കാണ് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുക? നമ്മുടെ സംസ്കാരമായിട്ട് ഒത്തുപോകുന്നതും അതുപോലെ തന്നെ നമ്മളെ നിയമങ്ങൾ നമ്മുടെ ജുഡീഷ്യലായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒത്തുപോകുന്നതും ഒരു സൊസൈറ്റിക്ക് മൊത്തത്തിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പെട്ടെന്ന് ആ നിയമങ്ങളെ ആക്സെപ്റ്റ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? അതുപോലുള്ള നിയമങ്ങൾക്ക് ബാക്കി നിയമങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ആക്സെപ്റ്റൻസ് കൂടുതലായിരിക്കും. Okay. In modern states, laws are promulgated by legislative organs and enforced by state through governments. നമുക്ക് ഇന്ന് നിയമങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാരുണ്ട്, അത് എൻഫോഴ്സ് ചെയ്യാൻ ആൾക്കാരുണ്ട്, പോലീസ് പോലെ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇനി തെറ്റിച്ചാൽ നോക്കാൻ കോടതികളുണ്ട്. അങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ടല്ലേ. The government in this context include all official agencies and functionaries through which the state achieves its end. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വലിയ സിസ്റ്റമാണ്, 1-2 ആൾക്കാരല്ല. Law thus regulate and control social behavior by ensuring uniformity and conformity. It may be noted that laws are different from customs in the following ways. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലോസും നമ്മുടെ കസ്റ്റംസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. 4 വ്യത്യാസങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് എന്താണ്? ലോസ് ഹാവ് എ കോഴ്സീവ് ക്യാരക്ടർ. അതായത് ഒരു ഫോഴ്സ്ഫുൾ നേച്ചർ ഉണ്ട്. ആചാരങ്ങൾ നമ്മളെ ആരെങ്കിലും കൊണ്ട് പിടിച്ച് ചെയ്യിപ്പിക്കുമോ? ചില കേസുകളിൽ. പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിയമങ്ങളാണെങ്കിലോ നിർബന്ധമായിട്ടും ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയാണ്, റെഡ് കത്തുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഉടനെ വരും പോലീസ്. അല്ലെങ്കിൽ ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്താൽ എന്താണ്? ഉടനെ നമ്മൾ കിടക്കും ജയിലിൽ, അല്ലെ ഫൈൻ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആചാരങ്ങൾ തെറ്റിച്ചാൽ നമ്മളോട് ചോദിക്കാൻ വന്നാൽ എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിയമങ്ങൾ നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ നിയമങ്ങൾ ആചാരങ്ങൾ പോലെയല്ല, അതിനൊരു ഫോഴ്സ്ഫുൾ നേച്ചറുണ്ട്. എന്താണ്? ആൾക്കാരെ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കും. പക്ഷേ കസ്റ്റംസ് ആചാരങ്ങൾ എങ്ങനെയാണ്? അതിനെ നമ്മളൊരു ബഹുമാനിക്കുന്ന സാധനമാണ്, ബഹുമാനം കൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ആരും നമ്മളെ നിർബന്ധിച്ചോ ഫോഴ്സ് ചെയ്തോ ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളല്ല. ഇനി രണ്ടാമത്തേത് എന്താണ്? കസ്റ്റംസ് ആർ സ്പെസിഫിക്സ് ടു ഗ്രൂപ്പ്സ് വൈൽ ലോസ് ഹാവ് എ മോർ ജനറൽ ആൻഡ് യൂണിവേഴ്സൽ നേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ നിയമങ്ങളെടുത്ത നിയമം ഇന്ത്യയിലെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. പക്ഷെ ആചാരങ്ങളിൽ എങ്ങനെയാണ്? ആചാരം ഓരോ ഗ്രൂപ്പിനനുസരിച്ച് മാറും. ഒരു ജില്ലയിലുള്ള ഒരു ഗ്രൂപ്പിനകത്തെ ആചാരം പോലും ആയിരിക്കില്ല അപ്പുറത്തെ അതേ ജില്ലയിൽ തന്നെ വേറെ ഗ്രൂപ്പിനകത്ത്. അപ്പം ആചാരങ്ങളും സാധനങ്ങളൊക്കെ ഓരോ ഗ്രൂപ്പ് അനുസരിച്ചും മതം അനുസരിച്ചും കുടുംബവും ആൾക്കാരും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിയമങ്ങൾ പക്ഷേ ജനറൽ ആയിരിക്കും. മൂന്നാമത്തേത് എന്താണ്?
breach of law entails punishment while disregard of customs is frowned upon. അപ്പം നിയമങ്ങൾ തെറ്റിച്ചാൽ നമുക്ക് പണിഷ്മെൻറ്റ് ഉറപ്പാണ്, അതും വലിയ പണിഷ്മെൻറ്റുകൾ, ജയിലിൽ പോക്കോ ഫൈനോ അതുപോലത്തെ കാര്യങ്ങൾ. ആചാരങ്ങൾ തെറ്റിച്ചാലോ നമുക്ക് പണിഷ്മെൻ്റ് ഇല്ല, പക്ഷെ ഒറ്റപ്പെടലുണ്ടാവും ആ ഗ്രൂപ്പിൽ നിന്ന്. അതുപോലത്തെ കാര്യങ്ങളാണ് ആൾക്കാരെ നമ്മൾ ഇഷ്ടമില്ലാത്ത പോലെ നോക്കും, അല്ലെങ്കിൽ നമ്മളെന്തോ താന്തോന്നിയാണെന്നോ തൻ്റെടിയാണെന്നോ ഉള്ള രീതിയിൽ നോക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനകത്തോ ആചാരങ്ങൾ കോമൺ ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലോ ഒറ്റപ്പെടും. അങ്ങനെ സംഭവിക്കും. പക്ഷെ എന്താണ്, നമുക്ക് പണിഷ്മെൻറ്റുകളൊന്നും കാര്യമായിട്ട് കിട്ടില്ല. പക്ഷെ നിയമങ്ങൾ തെറ്റിച്ചാൽ പണിഷ്മെൻറ്റ് കിട്ടും, കസ്റ്റംസ് തെറ്റിച്ചാൽ പണിഷ്മെൻ്റ് ആയിരിക്കില്ല കിട്ടുക. നാലാമത്തേത് എന്താണ്, ലോസ് ആർ എ മോർ റീസെൻറ്റ് ഫിനോമിനൻ അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൽ കസ്റ്റംസ് എക്സിസ്റ്റഡ് അറ്റ് ഓൾ ടൈംസ്. നിയമങ്ങൾ കുറച്ചുകൂടെ പുതിയൊരു സംഭവമാണ്. അതായത് സൊസൈറ്റീസ് മോഡേൺ ആയി കോംപ്ലക്സ് ആവാൻ തുടങ്ങിയപ്പോൾ വന്ന സാധനമാണ് എന്ത്, ലോസ് എന്ന് പറയുന്നത്. പക്ഷേ കസ്റ്റംസ് കാലാകാലങ്ങളായി ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാ സൊസൈറ്റിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ലോയും കസ്റ്റമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എക്സാമിന് ലോയും കസ്റ്റമും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ എന്തെഴുതും? ആദ്യത്തേത് ലോയിനൊരു ഫോഴ്സ്ഫുൾ നേച്ചർ ഉണ്ട്, കസ്റ്റംസിന് അതില്ല. രണ്ടാമത്തേത് ലോ ഭയങ്കര ജനറലാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്, കസ്റ്റംസ് ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് മാറും. മൂന്നാമത്തേത് ലോ തെറ്റിച്ചാൽ പണിഷ്മെൻ്റ് ഉണ്ട്, കസ്റ്റംസ് തെറ്റിച്ചാൽ അങ്ങനെ വലിയ പണിഷ്മെൻറ്റുകളില്ല. 4 ലോ വളരെ ഈ അടുത്ത് സംഭവിച്ച പുതിയൊരു റീസെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കസ്റ്റംസ് പണ്ട് തൊട്ട് മനുഷ്യനുണ്ടായപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നൊരു സാധനമാണ്. ക്ലിയർ അല്ലേ? ഇനി with the emergence of modern nation states, an establishment of relationship among them such as political, trading, military, international have become necessary. Just as national laws are meant for establishing order and culture, then domestic boundaries, international laws seek to establish orderly behavior on part of the nations. ഇനി നിയമങ്ങൾക്ക് വേറൊരു തലം കൂടെയുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങളും ഉണ്ട്. ആൾക്കാർ മാത്രം മര്യാദയ്ക്ക് ബിഹേവ് ചെയ്താൽ മതിയോ? രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും കറക്റ്റ് ആയിരിക്കണം. അതിന് അന്താരാഷ്ട്ര നിയമങ്ങൾ. ഇപ്പോൾ യുദ്ധങ്ങൾ, ഒരു രാജ്യം വേറൊരു രാജ്യത്തിൻ്റെ മുകളിൽ യുദ്ധം ചെയ്യുമ്പം ഒരു ചെറിയ നേഷനാണ് വലിയൊരു രാജ്യം വന്നിട്ട് ഈ ചെറിയ രാജ്യത്തിന് മുകളിൽ യുദ്ധം ചെയ്ത് ഈ രാജ്യത്തെ ഞങ്ങൾ കൈക്കലാക്കാന്ന് വെക്കുമ്പോൾ മോശം കാര്യമല്ലേ? അപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ കൊണ്ടുവരും, യുദ്ധം ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യം മാത്രം നോക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ എങ്ങനെയാണോ ഒരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു രാജ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേ ഇമ്പോർട്ടൻസ് ആണ് ലോകം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ചെറിയ നിയമങ്ങൾ ഇവിടെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, അന്താരാഷ്ട്ര തലങ്ങളിൽ രാഷ്ട്രങ്ങളെ കൺട്രോൾ ചെയ്യാനും നിയമങ്ങൾ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഫോർമലി കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Along with laws, education has been an important agency of social control. It prepares the child for social living and teaches him the values of discipline, cooperation, tolerance and integration. അപ്പം നിയമങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് എവിടുന്ന് സ്കൂളുകൾ, കോളേജുകൾ, ഇതൊക്കെ നമ്മളെ സ്വഭാവം രൂപീകരിക്കാനും ട്രെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പല മൂല്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അച്ചടക്കം, നമ്മൾ തമ്മിലുള്ള സഹകരണം, മനുഷ്യന്മാർ തമ്മിലുള്ള ടോളറൻസ്, എങ്ങനെ നമുക്കൊരു സഹകരണ മനോഭാവത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ജീവിച്ച്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് എന്താണ്, നോളജ്, അറിവ് മാത്രമല്ല നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. The different pace of the educational system is different in societies depending upon the changing social mores, level of development and social needs. And വിദ്യാഭ്യാസത്തിൻ്റെ രീതി ഓരോ സൊസൈറ്റി അനുസരിച്ച് മാറാം. ഓരോ സൊസൈറ്റിയിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് അതും കൂടെ നമ്മളെ ആ നാടുകളിലെ സ്കൂളുകൾ പഠിപ്പിക്കും അല്ലേ? നമ്മളിപ്പോൾ രാവിലെ പോകുമ്പം നമ്മൾ പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്, എന്നിട്ട് ദേശീയഗാനത്തോടെ അവസാനിപ്പിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ നാട്ടിലെ രീതിയാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും. ഈ പ്രെയറുകളിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പാടുന്ന പ്രെയറുകളോ ആ ടൈപ്പ് ഓഫ് സാധനങ്ങളോ ആയിരിക്കില്ല വേറൊരു സ്കൂളിലോ വേറൊരു സ്ഥലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഓരോ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇൻ ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റി ദ എംഫസിസ് വാസ് ഓൺ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ്, ഫിലോസഫി, മെറ്റാഫിസിക്സ്. ദ ഫോക്കസ് ഷിഫ്റ്റഡ് ടു social development has resulted increased
increased demand for knowledge in other areas and managerial skills. പണ്ട് കാലത്ത് ഇന്ത്യയിൽ എന്തായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? വിദ്യാഭ്യാസം കൊടുത്തിരുന്ന സമയത്തും പണ്ടും നമുക്ക് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടി റിലീജിയസ് ആയ കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം എന്താ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മാത്സും കാര്യങ്ങളും ഒന്നും മെയിനായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വന്നപ്പോൾ എന്തായി? നമുക്ക് പല ഏരിയ ആയി. ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും? ഫിസിക്സ് വേണം, സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പണ്ടത്തെ ഒരു രീതിയിലുള്ള റിലീജിയസ് സാധനങ്ങൾ മാത്രമല്ല. അപ്പോൾ ഓവർ ടൈം എഡ്യൂക്കേഷൻ്റെ രീതികൾ മാറുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള സാധനങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ മാറി തുടങ്ങുന്നുണ്ട്. ഇനി അറ്റ് സ്കൂൾസ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി, സെക്യുലറിസം, equality and national goals are communicated to students in addition to emphasis on our shared history, culture, heritage, morality, etc. അപ്പോൾ എന്താണ് സ്കൂളിൽ ഇപ്പം നമുക്ക് എന്തൊക്കെ പഠിക്കുന്നുണ്ട്? നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന രാജ്യമായത്, എന്തൊക്കെ ത്യാഗം സഹിച്ചാണ് വന്നത്. അതിൻ്റെ കൂടെ ഇന്നത്തെ നമ്മുടെ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പൊളിറ്റിക്സ് പഠിപ്പിക്കുന്നില്ലേ? ഡെമോക്രസിനെ കുറിച്ച്, നമ്മുടെ ജനാധിപത്യത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? നമുക്ക് അതേപോലെ തന്നെ നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? അത് എതിർത്താലുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? എല്ലാം ഉണ്ട്. അപ്പം ഒരു മനുഷ്യൻ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്തെടുക്കാൻ സ്കൂളുകളും കോളേജുകളും ചെയ്യുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അപ്പം നമ്മൾ 2 ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ പറഞ്ഞു. ആദ്യത്തേത് ലോ പറഞ്ഞു, രണ്ടാമത്തേത് എഡ്യൂക്കേഷൻ പറഞ്ഞു. ഇനി മൂന്നാമത്തേതാണ് സ്റ്റേറ്റ്, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ. അതെന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. State has a vital role in administering social control. Sociologists have defined the state as an association designed to maintain order and security, exercising universal jurisdiction with territorial boundaries by means of law, backed by force and recognized as having sovereign authority. എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്? സ്റ്റേറ്റിന് കുറേ കാര്യങ്ങളുണ്ടെന്നാണ് സോഷ്യോളജി പറയുന്നത്. സോവറൈൻ അതോറിറ്റി ഉണ്ട്, പരമാധികാരമുണ്ട്. നമ്മളെ ഭരണ സംവിധാനത്തിന് നമ്മുടെ മേൽ പരമമായ അധികാരമുണ്ട്. അതായത് എന്തിനുള്ളിലായിരിക്കണം? ആ ടെറിട്ടോറിയൽ ബൗണ്ടറിക്കകത്ത് വരുന്നത്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത്, ഞാൻ വരയ്ക്കുന്നത് നോക്കണ്ട, ഇങ്ങനെ വന്ന് ഈ ചിത്രം നോക്കണ്ട. ഇതിപ്പോൾ ഇന്ത്യ ആണെങ്കിൽ നമുക്ക് കൃത്യമായ ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറിക്ക് ഇവിടുന്ന് പാകിസ്ഥാൻ വരാൻ നോക്കിയാൽ നമ്മൾ യുദ്ധം ചെയ്യും, ഇവിടുന്ന് ചൈന വരാൻ നോക്കിയാൽ നമ്മൾ യുദ്ധം ചെയ്യും. എന്തുകൊണ്ടാണ്? ഈ ബൗണ്ടറിക്കകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്രയും സ്ഥലത്തിനകത്തുള്ള പരമമായ അധികാരം നമ്മുടേതാണ്. സോവറിനിറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ, പരമമായ അധികാരം. ഇതിനകത്ത് നമ്മളെ ഭരിക്കുന്ന ആ ഗവൺമെൻറ്റിന് ആരാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ഈ ബൗണ്ടറിക്കകത്ത് വരുന്ന എല്ലാ ആൾക്കാരുടെ മേലിലും നമ്മുടെ ഗവൺമെൻറ്റിനായാലും ഭരണ സംവിധാനത്തിനായാലും പരമമായ അധികാരമുണ്ട്. അവരെന്താണ്? കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കും. നമുക്ക് സെക്യൂരിറ്റി തരും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രമാണോ? അല്ല, ഈ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ അവർ സംരക്ഷിക്കും. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സംരക്ഷണ വലയം തീർക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്? അവർ ആ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അവർക്ക് നിയമങ്ങളുണ്ട്, ഫോഴ്സ് ഉണ്ട്, പട്ടാളമുണ്ട്, പോലീസുണ്ട്, എല്ലാ തരത്തിലുള്ള ഫോഴ്സുകളുമുണ്ട്, പരമായ അധികാരമുണ്ട്. അപ്പം ഇതൊക്കെ കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്റ്റേറ്റ്, ഒരു ഭരണ സംവിധാനം ഉണ്ടാവുന്നു എന്നാണ് പറയണത്. സ്റ്റേറ്റ് ഫങ്ഷൻസ് ത്രൂ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് ആണ് ആ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാന സംഭവം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റാണ് എല്ലാത്തിലും വർക്ക് ചെയ്യുന്നത്. മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് ട്രൈ ടു ബി വെൽഫെയർ സ്റ്റേറ്റ്. അതായത് പുതിയ കാലഘട്ടത്തിലെ എല്ലാ സംഭവങ്ങളും ഭരണ സംവിധാനങ്ങളും എന്തായിട്ട് നിലനിൽക്കാനാണ് ട്രൈ ചെയ്യുന്നത്? വെൽഫെയർ സ്റ്റേറ്റുകളായി നിലനിൽക്കാൻ. അതായത് കൂടുതൽ പ്രാധാന്യം ആർക്കാണ് കൊടുക്കുക? ആൾക്കാർക്കും അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ്, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്റ്റേറ്റിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല. So, seeks to provide citizens a wide range of social services like education, medical care, old age pension and unemployment pension. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ സ്റ്റേറ്റുകൾ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർക്ക്. These are achieved by means of cooperation of individuals and through collective efforts of the media, NGOs and other social institutions. അപ്പോൾ പല രീതിയിലും ആൾക്കാർക്ക് ആരോഗ്യത്തിന് ആരോഗ്യം, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, ചികിത്സയ്ക്ക് ചികിത്സ, പെൻഷന് പെൻഷൻ, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എല്ലാ സർക്കാരും ഭരണ സംവിധാനങ്ങളും ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ പൾസ് പോളിയോ പ്രോഗ്രാം ഉണ്ടല്ലോ. ഇന്ത്യയിൽ പൾസ് പോളിയോ തുടങ്ങുന്ന സമയത്ത്
ഒത്തിരി പോളിയോ രോഗം ബാധിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പൾസ് പോളിയോ ഏകദേശം ടോട്ടലി നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും റെയറായിട്ട് മാത്രമേ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? പോളിയോക്കെതിരെയുള്ള വാക്സിനേഷൻ ഡ്രൈവുകൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇന്ത്യ മുഴുവൻ നടത്തി ആൾക്കാർക്കെല്ലാം വാക്സിൻ കൊടുത്ത് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി however certain functions like maintenance of law and order, defense, foreign relations and currency require the state to intervene in a formal and sometimes in a coercive manner. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണെങ്കിലും ചില സമയത്ത് കുറച്ച് ഫോഴ്സ്ഫുള്ളായ രീതിയിൽ പട്ടാളത്തിനെയും പോലീസിനെയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം നമ്മുടെ സ്റ്റേറ്റിന് വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളിങ് രീതികളല്ലാതെ കുറച്ച് ചില പെർട്ടിക്കുലർ ആൾക്കാരെയും കൂടെ നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലി, കുടുംബം സോഷ്യൽ കൺട്രോളിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. നമ്മൾ കുഞ്ഞായി ജനിച്ച് കുഞ്ഞ് വന്ന് ഒരു വീട്ടിൽ വളരാൻ തുടങ്ങുന്ന ആ പോയിന്റ് തൊട്ട് ഫാമിലി നമ്മുടെ മുകളിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നെയ്ബർഹുഡ്, നമ്മുടെ ചുറ്റുപാടുകൾ അല്ലേ, നമ്മുടെ അയൽവക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ, നമ്മുടെ സമൂഹം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, ആ ഒരു നാട്ടുകാരെന്ത് വിചാരിക്കുന്നു പറയില്ലേ, അതിനെ നമ്മൾ കുറച്ചും കൂടെ അലങ്കാരമായിട്ട് പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് പബ്ലിക് ഒപ്പീനിയൻ. നാട്ടുകാരെന്ത് പറയുന്നുള്ളതാണ് സിമ്പിളായിട്ട് തന്നെ പറയുന്ന മലയാളം വാക്ക്. അപ്പം ഈ 3 കൂടെ പഠിക്കണം. ഈ 3 കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ തീർന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം, ഫാമിലി എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. A child is a product of his genes and environment. He is born with certain inherent capabilities which either grow or are stunted depending upon the environmental stimuli. His situation is akin to that of a flower. With proper nourishment and care it will bloom. If denied it will decay. അതായത് ഒരു കുഞ്ഞിൻ്റെ കേസാണ് ഇവിടെ പറയണത്. അതൊരു പൂവ് പോലെയാണെന്നാണ് പറയണേ. ആ പൂവ് എവിടെ വളരുന്നോ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ അവസ്ഥ. ഒരു നല്ല എൻവയൺമെൻറ്റിൽ നല്ല സൂര്യപ്രകാശവും വെളിച്ചവും വളവും ഒക്കെ കിട്ടിയിട്ടാണ് വളരുന്നതെങ്കിൽ എന്താ, നല്ല പൂവായിട്ട് അത് വരും. അതിനെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞും. ഒരു കുടുംബത്തിൽ വരുമ്പം ആ കുടുംബത്തിലുള്ളവർ എങ്ങനെ ആ കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കുന്നു ചെറുപ്പത്തിൽ തൊട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിലാണ് വളരുന്നതെങ്കിൽ നല്ലൊരു കുട്ടിയായിട്ട് മാറും. അല്ല, ആ കുട്ടിക്ക് കിട്ടേണ്ട ഒന്നും കൊടുക്കാതെ പ്രോപ്പറായി ട്രെയിൻ ചെയ്യാതെയാണ് വളരുന്നതെങ്കിൽ ആ കുട്ടി സൊസൈറ്റിയിൽ ഒരു നല്ല രീതിയിൽ ആ കുട്ടിക്ക് ആ സൊസൈറ്റിയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. നമ്മളിപ്പം ഏജൻസിനെ കുറിച്ചാണ് കേട്ടോ പറയണത്. 3 ഏജൻസീസ് ആണുള്ളത്, ഫാമിലി, പബ്ലിക് ഒപ്പീനിയൻ, അതേപോലെ നെയ്ബർഹുഡ്. ആ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഫാമിലി തന്നെയാണ്. ഇനി എന്താണ്? എവ്രി ചൈൽഡ് ലേൺസ് ഫ്രം ഹിസ് ഇമ്മീഡിയറ്റ് എൻവയൺമെൻറ്റ് വിച്ച് ഇസ് ഫസ്റ്റ് പ്രൊവൈഡഡ് ബൈ ദ ഫാമിലി. ഇപ്പോൾ സ്വഭാവ രൂപീകരണത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എവിടുന്ന? ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ നിന്നാണ്. അതേതാണ്? അത് ഫാമിലിയാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇനി the family socializes the child into norms, values, traditions and customs of the group. Family has a predominant role in shaping the personality of the child. അപ്പോൾ ഇപ്പം ആചാരങ്ങളായാലും ആ ഫാമിലിയുടെ വിശ്വാസങ്ങളായാലും തലമുറയായി കൈമാറി വന്നിട്ടുള്ള നോളജ് ആയാലും എല്ലാം ആ ഫാമിലി ത്രൂ ആണ് ഒരു കുട്ടിക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഫാമിലിയാണ് ആദ്യത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇൻ വില്ലേജസ് ആൻ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് എ സ്റ്റേറ്റസ് ഫ്രം ഹിസ് ഫാമിലി. ഗ്രാമങ്ങളിൽ എന്താണ്? ആ കുടുംബത്തിൻ്റെ അഭിമാനവും കൂടെയാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. നമ്മൾ ജനിക്കുന്ന കുടുംബം അനുസരിച്ചിട്ട് ഓരോ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യും അല്ലേ. ആ ഇന്ന വീട്ടിലെ കുട്ടിയാണോ, എന്നാ ഇങ്ങനെ, ഓ ഇന്ന ആളുടെ മോളാണോ, ഇന്ന ആളുടെ മോനാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ ഭയങ്കര പ്രസക്തി കാണാറുണ്ട് അല്ലേ. Elders have a dominant role in shaping the personality of an individual. This is manifested in the individual attitudes, interests and lifestyle, etc. Marriages are mostly arranged by the elders and seen as an alliance between families rather than between 2 individuals. അതായത് ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വില്ലേജ് ഏരിയയിൽ എന്താണ്, ഇപ്പോൾ ഒരു കല്യാണം നടക്കാമെന്ന് വെച്ചോ, കല്യാണങ്ങൾ 2 ആൾക്കാർ തമ്മിലുള്ളതായിട്ട് പോലും അല്ല കാണുന്നത്, 2 കുടുംബങ്ങൾ തമ്മിലുള്ളതായിട്ടാണ്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിൽ കുടുംബങ്ങൾക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളത്. എന്നാൽ നേരെ സിറ്റീസിലാണെങ്കിൽ എന്താണ്, കുറച്ചും കൂടെ
കാര്യം മാറി. ഫാമിലീസിന് റോളുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. പക്ഷെ എന്താണ്, കാലഘട്ടം മാറിയതിനനുസരിച്ച് കുറച്ചുകൂടെ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ഇൻഡിവിജ്വൽസിനുള്ള ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ കൂടുതലായി വന്നു. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അർബനൈസേഷൻ വന്നു. നമ്മുടെ കൂട്ടുകുടുംബ സെറ്റപ്പിൽ നിന്ന് എന്തായി, അണുകുടുംബങ്ങളിലേക്ക്, ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് കാര്യങ്ങൾ മാറി. ഫാമിലിയുടെ നേച്ചർ തന്നെ മാറാൻ തുടങ്ങി. അതുപോലെ എന്താണ്, ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ കൈമാറി വന്നിരുന്ന അറിവുകളും ആചാരങ്ങളും കസ്റ്റംസും പിന്നെ ഉണ്ടായിരുന്ന കൺട്രോളും അതിൻ്റെയൊക്കെ നേച്ചർ മാറി തുടങ്ങി. ഇപ്പം നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛനും നമ്മുടെ കൂടെ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൻ്റെ ആയാലും ആ ആചാരങ്ങളുടെ ആയാലും കൈമാറ്റം സംഭവിക്കുന്നത് വളരെ സ്ലോ ആണ്. അവർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അതേ രീതിയിൽ ഈ ന്യൂക്ലിയർ ഫാമിലികളിൽ സംഭവിക്കുന്നില്ല. The function of socialization that a family carries out is complemented by other secondary institutions such as classroom, playground, peer group, and the media. Unlike in a rural surrounding, individual derives his social status partly from his family, but more importantly from his personal achievements. Cities കുറച്ചും കൂടെ എങ്ങനെയാണ്,